Hello viewers, namaste. Welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റോക്ക് പെർഫോമൻസ് ആണ്. അത് നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader യൂസ് ചെയ്ത് കറക്റ്റ് നമുക്ക് സ്റ്റോക്കുകളിൽ എൻട്രി എക്സിറ്റ് കറക്റ്റ് ടൈമിൽ എങ്ങനെ എടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എക്സാമിന് ഞാൻ 2-3 സ്റ്റോക്കുകൾ ഇന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ പറയാം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് വിത്ത് ഡിക്സൺ. അപ്പം ഇതാണ് മാർക്കറ്റ് റേറ്റ്. നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും മാർക്കറ്റ് റേറ്റ് ഇവിടെ ഡിസ്പ്ലേ വരുവേ. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈവായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ തന്നെ നമ്മളിത് കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസിൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഓഫീസിൽ വരാം. നമ്മുടെ ഓഫീസ് ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് അടുത്താണ്, വരണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ കാണാം. ഇപ്പം വിളിക്കുക 9061973737. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടുകൊണ്ട് താഴെ ഡിസ്പ്ലേ വരുന്നുണ്ട് നമ്പർ, കോൾ ഓർ മെസ്സേജ്. അപ്പം ഡിക്സണിൽ ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 5281. നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും മാർക്കറ്റ് റേറ്റ് ഇവിടെ കാണിക്കും, ലൈവിൽ കാണിക്കും. അതുപോലെ ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈസിക്കിളാണ്, റെഡ് ഡൗൺ ആരോ സെല്ലാണ്. ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സിഗ്നലാണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്ക് ഇൻഡിക്കേഷൻ തരും, ഒരു അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും, അലേർട്ട് വിത്ത് സൗണ്ട്. ഇതുപോലെ അലേർട്ടും കാണിക്കും, സൗണ്ടും കേൾക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് എഴുതി കാണിച്ചിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു 10 ഷെയർസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10 എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ സിഗ്നൽ വരുവാണെന്നുണ്ടെങ്കിൽ ആ ചാർട്ടിൻ്റെ ആ സ്റ്റോക്കിൻ്റെ പേര് ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് എഴുതി കാണിച്ചിട്ട് ഇന്നതിനകത്ത് ഇത്ര റേറ്റിൽ ബൈ വന്നു. അപ്പം നമ്മളെന്താ എല്ലാത്തിനും കയറി ട്രേഡുകളിൽ, കാരണം ടെക്നിക്കൽ സോഫ്റ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന റിസ്കിനെ ഒഴിവാക്കി മാക്സിമം പ്രോഫിറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് ടെക്നിക്കൽ സോഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ സോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് സിഗ്നൽ വരുമ്പം നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുന്നാണ്ട് നമ്മൾ എന്താണ് കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് കൺഫേം എങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് ഡിക്സണിൽ നമുക്ക് ബൈ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് ഞാൻ പറഞ്ഞ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം ലാസ്റ്റ് ബൈ സിഗ്നൽ നോക്കുമ്പോൾ 5262 നമുക്ക് ബൈ വന്നിട്ടുണ്ട്. 11.25 റേറ്റ് കിടപ്പുണ്ട്, ഡേറ്റ് കിടപ്പുണ്ട്. നമുക്ക് 19 പോയിന്റ് മേളിലോട്ട് കയറി മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈ സിഗ്നൽ അല്ലെങ്കിൽ സെൽ സിഗ്നൽ വന്ന ശേഷം അത് കൺഫേം എന്ന് പറയുന്നത് സിഗ്നൽ വന്ന ശേഷം അതിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ആരോടെ താഴത്തൊരു ബാർ ഉണ്ട്. അത് നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഓരോ ക്യാനിൽ ഓരോ ബാർ ഫോം ചെയ്തുള്ളൂ. ആ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് ഇവിടെ ബൈ സോൺ എഴുതിക്കാണെങ്കിൽ അത് നമുക്ക് ബൈ സിഗ്നൽ വന്ന ശേഷമാണ് ചെക്ക് ചെയ്യേണ്ടത്. താഴത്തെ ബാർ ഗ്രീൻ ആൻഡ് പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ ആ സിഗ്നൽ കൺഫേം എന്നർത്ഥം. ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ട്രേഡ് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ട്രേഡ് ചെയ്യുക. അപ്പോൾ ഡിക്സണിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ആദ്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നലെ ക്ലോസിങ്ങിലൊരു സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് രാവിലെ നടന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രഷായിട്ട് ബൈ സിഗ്നൽ വന്ന് 5265 താഴെ നോക്കിയാൽ എൻ്റെ ടാർഗറ്റ് അപ്പം തന്നെ നമുക്ക് സിഗ്നൽ വരുമ്പോൾ ആ ടൈമിൽ തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ താഴെ ഡിസ്പ്ലേ വരും. 5274 74 ആയിരുന്നു, 74.10 അത് ഓൾറെഡി വന്നിട്ടുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 5283, 5292. ഇത് 3 ടാർഗറ്റ് ഇതുപോലെ ഡിസ്പ്ലേ വരും. അപ്പോൾ ഡിക്സണിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്കറ്റായിരുന്നു, നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ടാറ്റാ സ്റ്റീൽ നോക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ബൈ സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നു. ബൈ വന്ന 125.65 അതിൻ്റെ 3 ടാർഗറ്റ് അടിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന സ്റ്റോക്കുകൾ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് മിക്ക ദിവസങ്ങളിൽ മൂവ്മെൻറ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ലിസ്റ്റ് കൊടുക്കാറുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്കുകൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓൾറെഡി ഓൾമോസ്റ്റ് മേജറായിട്ടുള്ള സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതും മാർക്കറ്റ് ലിസ്റ്റിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ടാറ്റാ സ്റ്റീൽ നമുക്ക് 125 രാവിലെ വന്ന ബൈ ആണ്. അതിപ്പോൾ എന്ന് വെച്ചാൽ മാർക്കറ്റ് സൈഡ് വേ പോയി കണ്ടിട്ട് കളർ ചേഞ്ച് വന്ന് സൈഡ് വേ പോയി മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡിക്സൺ കാണിച്ചു, ടാറ്റാ സ്റ്റീൽ കാണിച്ചു. ഇനി അശോക് ലെയ്ലാൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് സെൽ സിഗ്നലുണ്ട്. 175.80 സെല്ല് വന്ന് 9.55 വന്നിട്ട് 2 ടാർഗറ്റ് അടിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ടാർഗറ്റ് 174.70 ഇപ്പോൾ 90 അത് എത്തിയിട്ടുണ്ട്. 174.80. ഇപ്പം അത് തേർഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാറായിട്ടുണ്ട്. കാരണം ഇവിടെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത ശേഷം ഇറങ്ങുവാണ്. ബ്ലൂ സ്റ്റാർ ഇല്ലേ, അതാണ് സപ്പോർട്ട്. റെഡ് സ്റ്റാർ വന്ന് റെസിസ്റ്റൻറ്റ് ലെവലാണ്. അപ്പോൾ ഞാൻ ഡിക്സൺ കാണിച്ചു, ടാറ്റാ സ്റ്റീൽ, അശോക് ലെയ്ലാൻഡ്. ഇനിയിപ്പോൾ TVS മോട്ടോഴ്സിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ബൈ വന്നിരിക്കുന്ന 1557 9 രൂപ വന്നിട്ട് 22 പോയിന്റ് കയറിയിരിക്കുകയാണ്. 3 ടാർഗറ്റ് അടിച്ചു. ഇനി 1557 80 വരെ മാർക്കറ്റ് നല്ലൊരു അപ്പ് മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇന്നലെ നല്ലൊരു മാർക്കറ്റായിരുന്നു. ലാസ്റ്റ് വന്ന സെല്ല് നമ്മൾ എടുക്കേണ്ടായിരുന്നു, കാരണം ഇൻട്രാഡേ നമ്മൾ ആ ലാസ്റ്റ് മാർക്കറ്റ് ക്ലോസിങ് ടൈമിൽ വരുന്ന ട്രേഡ് എടുക്കില്ലല്ലോ. അത് കഴിഞ്ഞ് ബൈ വന്ന് കയറിക്കൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാരുതിയിൽ ഒരു ബൈ വന്ന് നല്ല രീതിയിൽ കയറിയിട്ട് ഇപ്പോൾ ഒരു സെല്ല് വന്നത് കൺഫേം അല്ലായിരുന്നു, കാരണം താഴത്തെ ബാറും പ്രൈസും ഒന്നും കൺഫേം അല്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല.
സെൽ സിഗ്നൽ അല്ലെങ്കിൽ ബൈ സിഗ്നൽ വന്നാൽ നമുക്ക് കൺഫേം ആണെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഈ സെല്ല് വന്നിരിക്കുന്ന കൺഫേം അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ താഴത്തെ ബാർ റെഡ് അല്ല, പ്രൈസ് സെൽ സോണിൽ ഇല്ല. അപ്പം ഇത് കൺഫേം അല്ല. അപ്പോൾ രാവിലെ വന്നൊരു ബൈ നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പം ഇങ്ങനെ കൺഫർമേഷൻ മെത്തേഡ് നോക്കിയിട്ട് നമുക്ക് ഒരുപാട് ലോസ് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇന്ന് ഞാൻ കാണിച്ച പെർഫോമൻസ് ആണ്. ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ലൈവായിട്ട് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കുക. കറക്റ്റ് ടൈമിൽ നമുക്ക് എൻട്രി എക്സിറ്റ് തരുന്നൊരു വളരെ സിമ്പിളായിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നൊരു, നമ്മൾ ഇതിനകത്ത് സ്ട്രാറ്റജി ഇട്ടിരിക്കുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോളോ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, ഓപ്ഷൻ നിങ്ങൾ ചെയ്യുന്നത് ഓപ്ഷനിൽ നമ്മൾ പറഞ്ഞു തരിക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഫോറക്സ് ഉണ്ട്, കമോഡിറ്റി മാർക്കറ്റ് ഉണ്ട്. അതായത് മാർക്കറ്റ് ഇപ്പോൾ NSE ചെയ്യുന്ന ആൾക്കാർക്ക് NSE ടൈമിന് ശേഷവും MCX നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. കാരണം അത് 11:45 11:30 വരെയൊക്കെ മാർക്കറ്റ് ഉള്ളതാണ്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.